നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് കണ്ടു. അപ്പൊ ഇതൊരു ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ടാണ്. കണ്ടോ? റിലയൻസിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ടാണ്. ഇതിൽ എക്സ് ആക്സിസിൽ ടൈമാണ് കാണിക്കുന്നത്. കണ്ടോ? ജൂലൈ, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ. വൈ ആക്സിസിൽ അതിന്റെ പ്രൈസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പോയിട്ട് ക്രോസ് ഹെയർ എന്നുള്ള ഇതുണ്ടോ? ഇതിൽ ക്രോസ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യാൻഡിലിന്റെ മുകളിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രൈസ് എഴുതി കാണിക്കും. അപ്പൊ ഇത് ഈ പോയിന്റിൽ ഇതിന്റെ പ്രൈസ് ഇത്രയാണ്. ഈ പോയിന്റിൽ വരുമ്പോ ഇതിന്റെ ഈ പ്രൈസ് ആണ് കാണിക്കുക. ഈ പോയിന്റിൽ വരുമ്പോ ഇവിടത്തെ പ്രൈസ് കാണിക്കും. ഈ പോയിന്റ് അറിയാം ഇങ്ങനെ. ഇപ്പൊ ഇവിടെ മൗസ് ഇവിടെ കൊണ്ടുവരുമ്പോ റൈറ്റ് സൈഡിൽ ഈ പ്രൈസിന്റെ അവിടെ അത് എഴുതി കാണിക്കും. അപ്പൊ ഇതില് ഓരോ ക്യാൻഡിലും റെപ്രസെന്റ് ചെയ്യണത് 1 ഡേ ആണ്. 29 ജാനുവരിയിലത്തെ റിലയൻസിന്റെ ക്യാൻഡിലാണിത്. അപ്പൊ ഇത് ഓപ്പണിംഗ് പ്രൈസ് എവിടെയാണ്? 2725. ഇവിടെ ക്ലോസിംഗ് പ്രൈസ് ഇവിടെ ഈ ക്യാൻഡിൽ 2889. പിന്നെ ഇവിടെ ഈ ടോപ്പ് പോയിന്റ് അന്നത്തെ ഹൈ, ബോട്ടം പോയിന്റ് അന്നത്തെ ലോ. അപ്പൊ ഈച്ച് ക്യാൻഡിൽ റെപ്രസെന്റ് 1 ഡേ ആണ്. ഇനി നമുക്ക് ഇതിന് ടൈം ഫ്രെയിം മാറ്റി കൊടുക്കാൻ പറ്റും. കണ്ടോ? 1 മിനിറ്റ് കൊടുക്കാം, 5 മിനിറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ 5 മിനിറ്റ് കൊടുക്കും എന്ന് പറയുമ്പോൾ ഈച്ച് ക്യാൻഡിൽ റെപ്രസെന്റ് ഓൺലി 5 മിനിറ്റ്. അപ്പൊ നമ്മള് ഓരോ പാറ്റേൺ ഉപയോഗിക്കുമ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന, ഞാൻ അധികം 1 ഡേയുടെ ക്യാൻഡിൽ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ 1 ഡേ എന്നുള്ള ക്യാൻഡില് നമ്മൾ ഓരോരുത്തർ ട്രേഡ് ചെയ്യുന്ന അതിന്റെ സ്റ്റൈലിനനുസരിച്ച് ഇൻട്രാഡേക്ക് ആണെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ഉപയോഗിക്കാം. പൊസിഷണൽ ട്രേഡിനോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്, അങ്ങനത്തെ ഓരോ ട്രേഡിംഗ് സ്റ്റൈല് വെച്ചിട്ട് ഈ ടൈം ഫ്രെയിം മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം 15 മിനിറ്റ് കൊടുക്കാം, 30 മിനിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ആ പാറ്റേൺസും അതിന്റെ ടാർഗറ്റും ഒക്കെ അതനുസരിച്ചിട്ട് ഉണ്ടോ. ഇവിടെ നമ്മളിപ്പോൾ 8 ക്യാൻഡിലുള്ളൂ. ഇവിടെ ഉണ്ടോ 8 ക്യാൻഡിൽ. ഈ മൂവ് 8 ക്യാൻഡിലാണ്. 8 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 15 മിനിറ്റ് ആണ്. അപ്പൊ 8 × 15. അപ്പൊ അത്രയും ടൈമാണ്. അപ്പൊ 8 × 15. അപ്പൊ ഈ മൂവ്മെന്റ് ഏകദേശം 8 ക്യാൻഡിൽസ് ആണ്. അപ്പൊ 8 × 15. അപ്പൊ 2 അവേഴ്സിന്റെ ചാർട്ടാണ്. കണ്ടോ? ആ സമയം 1 ഡേ എടുത്താലോ ഇത് 8 ഡേയ്സിന്റെ ക്യാൻഡിൽ. അപ്പൊ അതനുസരിച്ചിട്ട് പ്രഡിക്ഷനും അതിൻ്റെ ഇത് മാറും. അപ്പൊ 2 അവേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 1 അവറിലോ നെക്സ്റ്റ് 15 മിനിറ്റിലോ നെക്സ്റ്റ് 2-3 ക്യാൻഡിലായിരിക്കും അതിന്റെ ടാർഗറ്റ് എങ്കിൽ അത് ജസ്റ്റ് ഹാഫ് ആൻ അവർ അങ്ങനെയായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അത് 1 ഡേ ആവാം, വീക്കിലി ആവാം, മന്ത്ലി ആവാം, ഒക്കെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. കണ്ടോ? 1 വീക്ക്, 1 മന്ത് ഒക്കെ നമുക്ക് എടുക്കാം. 1 അവർ ചാർട്ട്, ഇതൊക്കെ ഏത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മളുടെ എയിം എന്താണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ? ഈ ടേണിംഗ് പോയിന്റ്സ് കണ്ടോ? ഇതാണ് ടേണിംഗ് പോയിന്റ്സ്. ഇവിടെ നോക്കി, ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഇവിടെ ടേണിംഗ് പോയിന്റ് ആണ്. അതായത് പ്രിവെയിലിംഗ് ട്രെൻഡ് അറ്റ്ലീസ്റ്റ് ഹോൾഡ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണ പോയിന്റിനെയാണ് നമ്മൾ ടേണിംഗ് പോയിന്റ് പറഞ്ഞപ്പോൾ. ഇതൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ഈ അപ് ട്രെൻഡ് ടെമ്പററിലി ഹോൾഡ് അറ്റ്ലീസ്റ്റ് ഉണ്ടോ. അപ്പൊ ഈ അപ് ട്രെൻഡ് ജസ്റ്റ് ടെമ്പററിലി ഒന്ന് സ്റ്റോപ്പായി. അതിന് പറയുന്ന പേരാണ് ഇവിടെ റെസിസ്റ്റൻസ്. ആ ഒരു അപ് ട്രെൻഡ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് സ്റ്റാർട്ട് ഫോളിങ്, അതാണ് റെസിസ്റ്റൻസ്. അതായത് ജസ്റ്റ് സെല്ലിംഗ് പോയിന്റ്. ഇവിടെ എന്താ സെല്ലിംഗ് പോയിന്റ് വരാൻ കാരണം? ഇവിടെ സ്റ്റോക്കിൽ സപ്ലൈ വന്നു. സപ്ലൈ ഡിമാൻഡ് ആണ് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ. ഇവിടെ എന്തോ കാരണം കൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു സപ്ലൈ വന്നിട്ട് കൊടുത്താണ്. അതേസമയം ഇതെന്താണ്? ഇവിടെ മുമ്പുണ്ടായിരുന്ന ഡൗൺ ട്രെൻഡ് സ്റ്റോപ്പ് ആയിട്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ട് വന്നു. സപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡിമാൻഡ് വന്നു. അപ്പൊ ഈ പോയിന്റിന് ഡിമാൻഡ് വന്നിട്ട് ഇവിടെ ബൈ ചെയ്തു. അപ്പൊ ഇതിന് സപ്പോർട്ട് എന്നും പറയും, ഇതിന് റെസിസ്റ്റൻസ് എന്ന് പറയും. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് എൻട്രി ലെവൽ ആൻഡ് എക്സിറ്റ് ലെവൽ എന്നുള്ള മീനിങ്. ഇത് കണ്ടോ, ഇതൊരു സപ്പോർട്ട് പോയിന്റ് ആണ്. അപ്പൊ ഈ ഡൗൺ ട്രെൻഡ് ടേണിംഗ് പോയിന്റ് ആയി. കണ്ടോ? ഡൗൺ ട്രെൻഡ് വന്നിട്ട് ഇവിടെ ഒരു അപ്സൈഡ് പോകണം. അപ്പൊ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഡൗൺ ട്രെൻഡിന് ശേഷമുള്ള ടേണിംഗ് പോയിന്റ്.
ഇവിടെ കണ്ടോ, ഇവിടെ ഒരു അപ് ട്രെൻഡിന് ശേഷമുള്ള ടേണിംഗ് പോയിന്റ്. അപ്പൊ നമ്മളുടെ കോഴ്സിലത്തെ എയിം എന്താ, ഈ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ നമുക്കെല്ലാം ആയില്ലേ. അതായത് നമുക്ക് എപ്പോൾ ബൈ ചെയ്യണം, എപ്പോൾ സെൽ ചെയ്യണം, ഇത് മാത്രമാണ് നമ്മളുടെ എയിം. അപ്പോൾ ഒരു സ്റ്റോക്ക് എപ്പോൾ ബൈ ചെയ്തിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്യണം സെൽ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് സ്റ്റാർട്ട് ഫോളിങ് ആയി കഴിഞ്ഞാൽ അത് എപ്പോൾ അത് സ്റ്റോപ്പ് ആവും, ആ ഫോള് എപ്പോൾ സ്റ്റോപ്പ് ആവും, അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ടാർഗറ്റ്, അതാണ് എക്സിറ്റ് ലെവൽ. അപ്പൊ നമ്മളുടെ എയിം എന്താ, ഒരു എപ്പോ എൻട്രി ചെയ്യണം, അതായത് എൻട്രി ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതിന് എത്ര ടാർഗറ്റ് വെക്കണം, അതായത് ടെക്നിക്കൽ ടാർഗറ്റ്. അതായത് നമുക്ക് ചിലവരെന്തും ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ട് ഒരു 5% ആകുമ്പോൾ എക്സിറ്റ് ആവും, ചിലർ 10% വെക്കും. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. ശരിക്കും നമ്മളിവിടെ പഠിക്കുന്നത് എന്താ, ടെക്നിക്കൽ ടാർഗറ്റ്സ്, ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടുള്ള ടാർഗറ്റ് പോയിന്റ്സ്, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടുള്ള എൻട്രി പോയിന്റ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഡിഫറെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കാൻഡിസ്റ്റിക് പാറ്റേൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മളുടെ എയിം എന്താ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ എയിം. അവിടെ സപ്പോർട്ടിന്റെ ഡെഫിനേഷൻ കണ്ടോ, സപ്പോർട്ട് ലെവൽ ഈസ് എ പ്രൈസ് ലെവൽ അറ്റ് വിച്ച് സഫീഷ്യന്റ് ഡിമാൻഡ് ഫോർ എ സ്റ്റോക്ക് ടു ഹോൾഡ് ഡൗൺ ട്രെൻഡ് ടെമ്പററിലി അറ്റ്ലീസ്റ്റ്. ഇതാണ് റെസിസ്റ്റൻസിന്റെ ഡെഫിനേഷൻ. അതായത് ആ അപ് ട്രെൻഡ് എപ്പോൾ സ്റ്റോപ്പ് ആവണം, സഫീഷ്യന്റ് സപ്ലൈ വന്നാണ്, അപ്പൊ അതാണ് റെസിസ്റ്റൻസ്. എപ്പോ ഡിമാൻഡ് വരുന്നു, അതായത് ഡൗൺ ട്രെൻഡ് എപ്പോൾ സ്റ്റോപ്പ് ആവണം, അതാണ് സപ്പോർട്ട്. ടേണിംഗ് പോയിന്റ്സ് ഓർ ട്രെൻഡ് റിവേഴ്സൽ പോയിന്റ്സ്, ഇത് നമുക്ക് തുടങ്ങാം. നമ്മൾ ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മുടെ എയിം എന്താ, ടേണിംഗ് പോയിന്റ്സ് ഓർ ട്രെൻഡ് റിവേഴ്സൽ പോയിന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഉണ്ടോ, ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ആ ട്രെൻഡ് റിവേഴ്സ് ചെയ്യണ പോയിന്റ്, അതായത് അപ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യണ പോയിന്റ് ആണ് സെല്ലിംഗ് പോയിന്റ്, ഡൗൺ ട്രെൻഡ് റിവേഴ്സ് ചെയ്യണ പോയിന്റ് ആണ് ബൈങ്. നമ്മൾ ഡിഫറെന്റ് ടെക്നിക്സ് വെച്ചിട്ട് നമ്മൾ പഠിക്കുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് 2-3 ടെക്നിക്സ് എങ്കിലും അതിൽ നമുക്ക് ഫേവറബിൾ മാത്രമാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഓൺലി വൺ കണ്ടീഷൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു 100% സക്സസ് റേറ്റ് ഉള്ള ഒരു സംഭവം അല്ലത്. കാരണം ഇതൊരു പ്രോബബിലിറ്റി തിയറി പോലെയാണ്. ഇങ്ങനെയാണ് ഒരു പോസിബിലിറ്റി. പക്ഷെ എപ്പോൾ വേണമെങ്കിൽ ട്രെൻഡ് മാറാം, എപ്പോൾ വേണമെങ്കിൽ ഒരു ന്യൂസ് വന്നാൽ കാരണം കമ്പനിയിലൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. ഇതൊരു ന്യൂസിന്റെ പുറത്തോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിന്റെ മൂവ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 100% ഗ്യാരണ്ടീഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ടെക്നിക്സ് വെച്ചിട്ട് അത് കറക്റ്റ് ആവണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 90%, 95% ഒക്കെ സക്സസ് റേറ്റ് ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ടൂൾസ് എടുക്കണം. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. അപ്പോൾ ഇതാണ്. അപ്പൊ നമ്മുടെ എയിം എന്താണ്, ഈ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ടേണിംഗ് പോയിന്റ്സ് ഇപ്പൊ ഇനി നമുക്ക് റിലയൻസിന് പകരം ഇപ്പൊ നിഫ്റ്റി എടുക്കാം, നിഫ്റ്റി ഇൻഡെക്സ് എടുക്കാം. അപ്പോഴും നമുക്ക് ഈ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഉണ്ടോ, ഈ നിഫ്റ്റിയുടെ ഈ പോയിന്റ് ഇതാണ് റെസിസ്റ്റൻസ് ലെവല്, ഇത് സപ്പോർട്ട് ലെവല്, ഇത് സപ്പോർട്ട് ലെവല്. ഉണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നെങ്കിലും ഇതൊരു സൈഡ് വേസ് മൂവ്മെന്റ് പോലെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പ് സൈഡ് പോയി. ഇപ്പൊ ഇതൊക്കെ ഒരു ചില ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് ഡൗൺ സൈഡ് പോകും, ചിലത് ഒരു പോസ് പോലെ കുറച്ച് നാൾ അവിടെ നിന്നിട്ട് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവും. നമുക്ക് മെയിൻ ടേണിംഗ് പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇതൊരു മെയിൻ ടേണിംഗ് പോയിന്റ് ആണ്. കണ്ടോ, ഇതൊരു മെയിൻ ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ പോയിന്റുകളാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സപ്പോർട്ട് ലെവലാണ്. ഇവിടെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ അപ് ട്രെൻഡ് കുറെ നാളത്തേക്ക് ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറി. കണ്ടോ, ഇതൊരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആയിട്ട് കംപ്ലീറ്റ്ലി കുറച്ച് നാളുകൾ എടുക്കും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് ആണ്. ഇതിപ്പോ ജസ്റ്റ് ഒരു ഡൗൺ മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളപ്പോൾ ഇത് നമ്മൾ ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന പോയിന്റ് ആണ്. ഇതുകൊണ്ടോ, ഇതൊക്കെ ഇങ്ങനത്തെ പോയിന്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ മെയിൻ ടേണിംഗ് പോയിന്റ് ആണെങ്കിലും ചെറിയ ചെറിയ മൂവുകളും നമ്മൾക്ക് ടേണിംഗ് പോയിന്റ്സ് തന്നെ വിളിക്കാം. അപ്പൊ ഇതൊരു സപ്പോർട്ട്, ഇത് റെസിസ്റ്റൻസ് ഉണ്ടോ. ഇപ്പൊ ഇതിലൊക്കെ നമ്മൾക്ക് എൻട്രി ലെവല്. അപ്പൊ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നതാണ് എൻട്രി ലെവൽ അല്ലെങ്കിൽ നമ്മളുടെ ബൈങ് ലെവൽ.
റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സെല്ലിംഗ് ലെവൽ അല്ലെങ്കിൽ എക്സിറ്റ് ലെവൽ. അപ്പോൾ അതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. നമ്മളെപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ എവിടെയായാലും ഏത് സ്ട്രാറ്റജി വെച്ചിട്ടായാലും ഏത് മെത്തേഡ് വെച്ചിട്ടായാലും നമ്മുടെ എയിം എന്താ? ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റോക്ക് കണ്ടുപിടിച്ചാൽ നമ്മൾ സക്സസ്ഫുൾ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല പല ടെക്നിക്സുകളുണ്ട്. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു കുറച്ച് ടെക്നിക്സ് പഠിച്ചിട്ട് നമ്മൾക്ക് നമ്മുടേതായ നമ്മുടെ ബിഹേവിയർ ആവാം, നമ്മളുടെ ടൈം ആവും, എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സക്സസ് റേറ്റ് കൂടുതലുള്ള സ്റ്റൈലുകൾ അല്ലെങ്കിൽ സ്ട്രാറ്റജികൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ പലരും പല വിധത്തിലുള്ള സ്ട്രാറ്റജികളും, കാരണം ഒരുപാട് മെത്തേഡുകളുണ്ട്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നിട്ട് പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അത് നമ്മളെ ജാപ്പനീസ് റൈസ് ട്രേഡേഴ്സ് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്തു. ഇതുപോലെ ഫിബൊനാച്ചി എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. അപ്പൊ അതും ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ അതും ആരോ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്തു. മെത്തേഡുകൾ പലരും വെച്ചിട്ട് അമേരിക്കയിൽ ഇരുന്ന് ചിലർ കണ്ടുപിടിച്ചു. എല്ലാവരുടെ എയിം എന്തായിരുന്നു? സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യുക. അതായത് അപ്സൈഡിന്റെ ടാർഗറ്റ് പ്രഡിക്റ്റ് ചെയ്യുക. എപ്പോൾ നമ്മൾ വാങ്ങണം, അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് ആ സ്റ്റോക്ക് എത്ര വരെ അപ്സൈഡ് പോകും, അല്ലെങ്കിൽ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് എത്ര വരെ ഡൗൺ സൈഡ് പോകും, എപ്പം നമ്മൾക്ക് എൻട്രി ചെയ്യാനല്ലോ. ഇത് പലരും പല വിധത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടി പഠിക്കുക. ഇതിലെല്ലാം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പലയിടത്തുനിന്ന് കേട്ട പല പല സ്ട്രാറ്റജികളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ 2-3 വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ മതി. കാരണം എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ പല പല മെത്തേഡുകൾ നമ്മൾ ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യും. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ, പിന്നെ ട്രെൻഡ് ലൈൻ ഉണ്ട്, പിന്നെ ഫിബൊനാച്ചി എന്ന് പറഞ്ഞിട്ട് റീട്രേസ്മെന്റ് അങ്ങനെയുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പഠിക്കാം. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കണേന്നുള്ളതിന്റെ എക്സാമ്പിൾസും ഞാൻ ഈ കോഴ്സുകളിൽ കാണിക്കുന്നതായി.